ഡീമൺ കിങ് ടാഞ്ചിറോ ഡീമൺ സ്ലേയറിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എൻറ്റിറ്റി. ഈ ക്രീച്ചർ നമ്മുടെ മുസാൻ്റെ പവേഴ്സ് ആൻഡ് അബിലിറ്റീസിനേക്കാളും ഒരു അപ്ഡേറ്റ് വേർഷനാണ്. ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഗോഡ് ലെവൽ പവർ നിൽക്കുന്ന ക്യാരക്ടർ തന്നെയാണ് ഈ ഡീമൺ കിങ് ടാഞ്ചിറോ. സിമ്പിളായി പറഞ്ഞാൽ മുസാനെ തോൽപ്പിക്കാനും ഈ ഡീമൺ കിങ് ടാഞ്ചിറോയ്ക്ക് അധിക ടൈം വേണ്ടി വരില്ല. സാധാരണ ഡീമൺസിന് സൺലൈറ്റ് ഒരു പ്രശ്നമാണെങ്കിൽ ഈ ഡീമണിന് സൺലൈറ്റ് ഒരു പ്രശ്നമേ അല്ല. ഡീമൺ സ്ലേയറിലെ ചാപ്റ്റർ 201 ആദ്യമായിട്ട് ഡീമൺ കിങ് ടാഞ്ചിറോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സൺലൈറ്റും ഡീമൺ സ്ലേയേഴ്സുമായി ചുറ്റപ്പെട്ട മുസാൻ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാണ്ട് വന്നപ്പോൾ ആ ഫൈറ്റിൽ വീക്കായിട്ടിരുന്ന ടാഞ്ചിറോനെ, അതായത് സ്വന്തം ഇടത്തെ കൈവരെ രക്ഷപ്പെട്ടിരുന്ന ടാഞ്ചിറോനെ അബ്സോർവ് ചെയ്ത് ലാസ്റ്റ് ഹോപ്പ് എന്നുള്ള രീതിക്ക് പ്രവർത്തിക്കുമായിരുന്നു. എന്നേക്കുമായി ഡീമൺ എൻറ്റിറ്റിയെ ഒഴിപ്പിക്കാമെന്ന് കരുതിയ ഡീമൺ സ്ലേയേഴ്സ് സൺലൈറ്റ് കൊണ്ട് ഡിഫീറ്റായ മുസാൻ്റെ പതനം കഴിഞ്ഞിട്ട് ടാഞ്ചിറോനെ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ടാഞ്ചിറോ ഇങ്ങനെ ഡീമൺ ആയിട്ട് നിൽക്കുന്നതാണ്. ഈ ടാഞ്ചിറോയും യൊരുയിച്ചിയും ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ ആരായിരിക്കും ചെയ്യുക? അറിയാവുന്നവർ കമൻറ്റ്.